അയ്യപ്പ സംഗമത്തിന്റെ ജനപങ്കാളിത്തം കുറവാണെന്ന വിമർശനത്തിന് മറുപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് എല്ലാ സെഷനിലും ഒരുപോലെ പങ്കാളിത്തം ഉണ്ടാകണമെന്നില്ലെന്നും ആളുകളെ നിറയ്ക്കാനല്ല പരിപാടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് വരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കോൺക്ലേവിൽ ഉദ്ഘാടന പരിപാടിയുടെ പ്രൗഢിയോടെ കൂടി ബാക്കിയുള്ള സെഷനുകൾ നടക്കുന്നില്ല. അക്കാദമിക് സെഷനിൽ അതിനുള്ള താല്പര്യമുള്ളവരെ കാണൂ. ഒരേ സമയത്ത് 3 വേദികളായിരുന്നു സെഷൻ. ഉദ്ഘാടനം എന്ന വേദി മാസ്റ്റർ പ്ലാനിന്റെ ചർച്ച നടന്നപ്പോൾ 500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഉച്ചയായതിനാൽ ആളുകൾ സ്പ്ലിറ്റായി പോയി. ഉദ്ഘാടന സമ്മേളന വേദിയെപ്പോലെ നിറഞ്ഞ രീതിയിൽ ആളുകൾ ഇല്ലായിരുന്നു എന്നത് പരമാർത്ഥമാണ്. ആളുകളെ നിറയ്ക്കുക എന്നതല്ലല്ലോ ലക്ഷ്യം. പെരുന്നാട് പഞ്ചായത്ത് ഭരിക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയല്ലേ. ആള് നിറയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ 2 വാർഡിലെ ആളുകൾ മതിയായിരുന്നല്ലോ. ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും പ്രശാന്ത് പ്രതികരിച്ചു. സുരേഷ് ഗോപി പറഞ്ഞത് അപകടകരമായ പ്രസ്താവനയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1242 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 56 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായുള്ളത്. 40,000 കുടുംബങ്ങൾ സാമ്പത്തിക സുരക്ഷിത ബോധത്തോടെയാണ് കഴിഞ്ഞു പോകുന്നത്. ആത്മീയ സ്ഥാപനമാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളും പൂട്ടിക്കുക എന്നതല്ലേ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ലക്ഷ്യമെന്ന് പി.എസ്. പ്രശാന്ത് ചോദിക്കുന്നു.